കണ്ണൂർ മുഴുപ്പിലങ്ങാട്ട് ബി.ജെ.പി. പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജ് നാരായണനും TP കേസ് പ്രതി TK രജീഷും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതി കണ്ടെത്തി. 10-ാം പ്രതിയെ കുറ്റവിമുക്തനാക്കി. കേസിൽ തലശ്ശേരി സെഷൻസ് കോടതി തിങ്കളാഴ്ച വിധി പറയും. CPIM വിട്ട് BJPയിൽ ചേർന്ന ഇളമ്പിലായി സൂരജിനെ രാഷ്ട്രീയ വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് 9 പ്രതികളെ കുറ്റക്കാരെന്ന് തലശ്ശേരി സെഷൻസ് കോടതി കണ്ടെത്തിയത്. TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, PM മനോരാജ് നാരായണൻ, നെയ്യോത്ത് സജീവൻ എന്നിവർ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി കോടതിയിൽ തെളിഞ്ഞു. പ്രഭാകരൻ, KV പത്മനാഭൻ, രാധാകൃഷ്ണൻ, പുതിയപുരയിൽ പ്രദീപൻ എന്നിവർക്ക് ഗൂഢാലോചനയിലും തെളിവ് നശിപ്പിക്കലിലും പങ്കുള്ളതായും തെളിഞ്ഞു. 10-ാം പ്രതിയായിരുന്ന നാഗത്താൻകോട്ട പ്രകാശിനെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കി. ഇത് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രോസിക്യൂഷൻ്റെ വിജയമാണ്. ഇത് ജഡ്ജ്മെൻറ്റ് പരിശോധിച്ച് നിലവിൽ ആ പ്രതിക്കെതിരെ സാക്ഷിമൊഴികളെ അപര്യാപ്തത ഉണ്ടായിരുന്നു, സാക്ഷിമൊഴികളുടെ അപര്യാപ്തത ഉണ്ടായിരുന്നു. അറിയാം, 2-3 സാക്ഷികൾ 4 സാക്ഷികൾ വിസ്തരിച്ചവർ കോടതി മുമ്പാകെ കൂറുമാറിയിരുന്നു. 20 വർഷം മിക്ക സാക്ഷികളും ദൃക്സാക്ഷികളടക്കമുള്ളവർ പ്രതികളുടെ കൂടെയായിരുന്നു കോടതിയിൽ വന്നിരുന്നത്. ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് പ്രോസിക്യൂഷൻ ഈ കേസിൽ അനുഭവിച്ചിരുന്നു. വിധിക്ക് ശേഷം പ്രതികരിക്കാമെന്ന പ്രതിഭാഗം അഭിഭാഷകൻ CK ശ്രീധരൻ 24നോട്. എന്തെങ്കിലും വിധി തിങ്കളാഴ്ച കിട്ടിയിട്ട് 2005 നടന്ന കൊലപാതകത്തിൽ 2-ാം പ്രതിയായ രജീഷാണ് 5-ാം പ്രതി PM മനോരാജിന്റെ പങ്ക് തുറന്നു പറഞ്ഞത്. 28 സാക്ഷികളെ വിസ്തരിച്ച കേസിൽ വിചാരണയ്ക്കിടെ കൊലപാതകം നേരിട്ട് കണ്ട 2 പ്രോസിക്യൂഷൻ സാക്ഷികൾ കൂറുമാറിയിരുന്നു. അസുഖബാധിതരാണെന്നും ശിക്ഷയിൽ ഇളവ് നൽകണമെന്നും പ്രതികൾ കോടതിയിൽ ആവശ്യപ്പെട്ടു. 1-ാം പ്രതി മുഴുപ്പിലങ്ങാടി ലക്ഷംവീട് കോളനി പള്ളിക്കൽ ഹൗസിൽ PK ഷംസുദ്ദീൻ, 12-ാം പ്രതി മക്രേരി കിലാലൂരിലെ TP രവീന്ദ്രൻ എന്നിവർ സംഭവശേഷം മരിച്ചു. തലശ്ശേരി സെഷൻസ് കോടതി തിങ്കളാഴ്ച കേസിൽ വിധി പറയും. 24 കണ്ണൂർ.